കാറ്റത്തെ കളിക്കോട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധീഷ് ഹരീഷിനെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എടാ ഞാൻ ഇനി വീട്ടിലേക്ക് വരാൻ ഇത്തിരി വൈകും കേട്ടോ, ലേറ്റാകുമോ? അതെന്താ കാര്യമെന്ന് ഹരീഷ് തിരിച്ചു ചോദിച്ചപ്പോൾ അതെ എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് എന്ന് സുധീഷ് മറുപടി നൽകി. ഓട്ടം തന്നെയാണോ അതോ ഇനി വേറെ വല്ലതുമാണോ എന്ന് ഹരീഷ് കളിയാക്കി ചോദിച്ചപ്പോൾ പിന്നല്ലാതെ ഞാൻ എന്തിനാടാ കള്ളം പറയുന്നത്, സുഭാഷേട്ടനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് സുധീഷ് പറഞ്ഞു. ശരി സമ്മതിച്ചു, പക്ഷേ ഒരു കാര്യമുണ്ട്, വന്നു നോക്കുമ്പോൾ വാതിൽ അങ്ങോട്ടേക്ക് കുറ്റിയിട്ടേക്കരുത്, സുധീഷ് അവനെ ഓർമ്മിപ്പിച്ചു. ആ അതൊന്നും ഇപ്പം പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ കുറ്റിയിടുമെന്നും ഹരീഷ് തമാശക്ക് പറഞ്ഞപ്പോൾ എടാ കുറ്റിയിട്ടാൽ പിന്നെ ഞാൻ നിന്നെ ഉറക്കില്ല, അവിടെ വന്നിട്ട് കിടന്ന് അലമ്പുണ്ടാക്കുമെന്ന് സുധീഷ് അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി ശരി പേടിക്കണ്ട, കഥക് ഞാൻ കുറ്റിയെടുത്തൊന്നുമില്ല, വെറുതെ ഒന്ന് ചാരിയിട്ടേക്കാം. അങ്ങനെ അവർ കോള് കട്ട് ചെയ്തു. സുധീഷ് തൻ്റെ കസ്റ്റമറേയും കാത്തു നിങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾ വന്നു. സുധീഷ് അങ്ങനെ ഓട്ടം പോയി. ഇതേ സമയം അടുക്കളയിൽ നല്ല തിരക്കിട്ട പണിയിലായിരുന്നു സുഭാഷേട്ടൻ. രാത്രി അത്താഴത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. നിധിയും കൂടെ സഹായിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ ഇടയ്ക്ക് പറഞ്ഞു, മോളെ നിധി നീ അപ്പുറത്ത് പോയിച്ചിരുന്നോ, അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറയും. ഏയ് അതൊന്നും സാരമില്ല സുഭാഷേട്ടാ, ഞാനും കൂടിത്തരാമെന്ന് പറഞ്ഞ് അവളും ദോശയുണ്ടാക്കാനും അങ്ങനെ അതൊന്നും സാരമില്ല സുഭാഷേട്ടാ, ഞാൻ കൂടിത്തരാമെന്നൊക്കെ പറഞ്ഞ് അവൾ ദോശയുണ്ടാക്കാൻ കൂടി. ഭക്ഷണമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നിട്ടും സുധീഷിനെ മാത്രം കാണുന്നില്ല. അതുകൊണ്ട് നിധിക്കാകെ ടെൻഷനായി. അവൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് സുഭാഷേട്ടൻ ചോദിച്ചു, എന്താ മോളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നത് എന്ന്. അല്ല അത് പിന്നെ സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് അവൻ പതുക്കെ പറഞ്ഞു. അപ്പോഴാണ് ഹരീഷ് ഇടപെട്ടത്. അയ്യോ ഏട്ടത്തി, ഞാനിത് പറയാൻ മറന്നുപോയി, സുധീഷ് വിളിച്ചിരുന്നു, ഒരു ഓട്ടമുള്ളത് കൊണ്ട് തന്നെ വരാൻ ഇത്തിരി ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണോ, അപ്പോൾ സുധീഷിന് ഫുഡോ എന്ന് നിധി ചോദിച്ചപ്പോൾ അവൻ വിശപ്പ് സഹിക്കുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കഴിച്ചോളും, ഏട്ടത്തി ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട എന്ന് നികേഷ് പറഞ്ഞു. ഈ സമയത്തന്നെ ഹരീഷും നികേഷും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. നിധിക്ക് സുധീഷിനോട് ഇഷ്ടമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും അധികം ടെൻഷൻ. ആഹാരമൊക്കെ കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി സുഭാഷേട്ടൻ അടുക്കളയ്ക്ക് വൃത്തിയാക്കുമ്പോൾ നിധിയും കൂടെ നിന്നു. ഹരീഷും നികേഷും അപ്പോൾ ഫോണിൽ നോക്കി കളിച്ചിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുഭാഷേട്ടൻ വന്നു. എടാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചു. ഉറങ്ങാം, അതെ ഒരു 10 മിനിറ്റ് എന്ന് അവർ മറുപടി കൊടുത്തു. അപ്പോഴേക്കും ഫോണിൽ തന്നെ ആയിരിക്കും. വന്ന് കിടക്കാൻ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ആ വീഡിയോ കണ്ട് ചിരിക്കുകയാണ്. ഇപ്പം കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവർ ആ വീഡിയോ കണ്ട് ചിരിച്ചു. സുധീഷിൻ്റെ കാര്യം പറയാനായി നിധി സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് എത്തി. സുഭാഷേട്ടാ സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയും. അവൻ വന്നോളൂ മോളെ, നീ പേടിക്കണ്ട എന്ന് സുഭാഷ് ആശ്വസിപ്പിച്ചുവെങ്കിലും എനിക്കൊരു പേടി, ഇത്രയും വൈകിയത് കൊണ്ട് തന്നെ ഒരു പേടിയെന്ന് പറയാണ് നിധി. എന്തിനാ മോളെ പേടിക്കുന്നത്, അവൻ വന്നോളൂ, നീ പോയി കിടന്നുറങ്ങാൻ നോക്കിയെന്ന് സുഭാഷേട്ടൻ നിർബന്ധിച്ചു. സാരമില്ല സുഭാഷേട്ടാ, അവൻ രാത്രി വന്നിട്ട് എല്ലാവരും അവൻ ഇനി രാത്രി വന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആര് വാതിൽ തുറന്നു കൊടുക്കും, ഞാൻ ഇവിടെ ഇരുന്നോളാമെന്ന് നിധി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, കഥക് വെറുതെ ചാരിയിട്ടേക്ക്, അകത്ത് കുറ്റിയിട്ടിട്ടില്ല, സുഭാഷേട്ടൻ പറഞ്ഞു. അയ്യോ കഥക് കുറ്റിയിടാതെയാണോ രാത്രി കിടന്നുറങ്ങുന്നത് എന്ന് നിധി ചോദിച്ചപ്പോൾ ഇവിടെ ഏത് കള്ളം വരാനാ, വന്നാൽ തന്നെ ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോവാനാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ നിധിയെടുത്ത് പേടിക്കേണ്ട എന്ന് ഹരീഷ് പറഞ്ഞു. എന്നിട്ടും നിധിക്ക് യാതൊരു സമാധാനവുമില്ല. ഒടുവിൽ നികേഷും ഹരീഷൊക്കെ കിടന്നു. സുഭാഷേട്ടനും ഉറങ്ങാനൊരുങ്ങി. എന്നിട്ടും നിധി അവിടെ തന്നെ കാത്തു നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ടതിന് സുഭാഷേട്ടൻ പറഞ്ഞു, സാരമില്ല മോളെ, സുധീഷ് വന്നോളൂ, നീ പോയി കിടന്നോ എന്ന്. അങ്ങനെ നിധി തൻ്റെ മുറിയിലേക്ക് പോയി. ഹരീഷ് അപ്പോൾ നികേഷിനോട് ചോദിച്ചു, എടാ നീ ശ്രദ്ധിച്ചോ, സുധീഷ് വരാൻ വൈകിയപ്പോൾ ഏട്ടത്തിയമ്മയുടെ മുഖത്തുണ്ടായ ആ ഒരു ടെൻഷൻ നീ കണ്ടോ എന്ന്. ആ അത് ഞാനും ശ്രദ്ധിച്ചു, ഇത് മറ്റേതാ തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് നികേഷ് ചോദിച്ചു. ഏത് പ്രേമമോ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ അതെ അത് തന്നെയാണെന്ന് നികേഷ് ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുഭാഷേട്ടൻ പറഞ്ഞു, അല്ലെങ്കിലും നികേഷ് കോളേജിൽ വിട്ടുവരാൻ വൈകിയാൽ നിധിക്ക് ഭയങ്കര ടെൻഷനാണ്, അവൾ പുറത്തിറങ്ങി നോക്കി നിൽക്കാറുണ്ട് എന്ന്. ഇതങ്ങനെയൊന്നുമല്ല സുഭാഷേട്ടാ, ഇത് വേറെ എന്തോ ആണെന്ന് ഹരീഷ് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് സുധീഷിനെ പോലെ തന്നെ ഏട്ടത്തിക്കും തിരിച്ചൊരു ഇഷ്ടം തോന്നി തുടങ്ങിയെന്നാണ്, അതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് ഹരീഷ് അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് നികേഷും പറഞ്ഞു. അതെ, സുധീഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിധിയുമായി ഒന്നിക്കണമെന്നുള്ളത്. അത് നടന്നാൽ അവനൊരു ജീവിതം കിട്ടും. നിധി എന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും ജീവനായിരുന്നു. രാത്രി കുറച്ചു വൈകിയപ്പോൾ സുധീഷിൻ്റെ കാറ് മുറ്റത്തേക്ക് വന്നു നിന്നു. ഉറങ്ങാതെ ഇരുന്ന നിധി കാറിൻ്റെ ശബ്ദം കേട്ട് ഉടനെ തന്നെ കതക് തുറന്നു വന്നു. പുറത്തിറങ്ങി നിൽക്കുന്ന നിധിയെ കണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന്. ഉറങ്ങിയില്ല, താൻ വരാൻ വൈകിയത് കൊണ്ട് തന്നെ വാതിൽ തുറക്കാൻ വന്നതാണെന്ന് അവൾ പറഞ്ഞു. എന്തിനാ ഉറങ്ങാതെ ഇരുന്നത് എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ വരാൻ ലേറ്റായപ്പോൾ ഒരു പേടിയെന്ന് അവൾ മറുപടി നൽകി. എന്തിനാ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ തവണ അച്ഛനും ചേട്ടന്മാരൊക്കെ ചേർന്ന് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയതല്ലേ, ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായാലോ എന്ന് ഓർത്തുകൊണ്ടാണെന്ന് പറയാണ് നിധി.
അങ്ങനെയൊന്നും പേടിക്കണ്ട. അങ്ങനെയൊക്കെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് സുധീഷ് അവളെ സമാധാനിപ്പിച്ചു. ആഹാരം കഴിച്ചോ എന്ന് നിധി ചോദിച്ചപ്പോൾ ഫ്രഷായി വന്നിട്ട് കഴിക്കുകയെന്ന് നിധി ഓർമ്മിപ്പിച്ചു. അങ്ങനെ സുധീഷ് അകത്തേക്ക് കയറി കൈകാലുകളൊക്കെ കഴുകി വരുമ്പോൾ ഹരീഷ് അങ്ങോട്ടേക്ക് വന്നു. സുധീഷിൻ്റെ പുറത്ത് ഒരൊറ്റ അടിയങ്ങ് കൊടുക്കുകയാണ്. സുധീഷ് അങ്ങ് ഞെട്ടിപ്പോയി. എന്താണ്, നിനക്ക് വട്ടാണോ എന്ന് അവൻ ചോദിച്ചു. സത്യം പറ സുധീഷേട്ടാ, ശരിക്കും ഓട്ടമുണ്ടായിരുന്നോ അതോ കള്ളം പറഞ്ഞതാണോ എന്ന് ഹരീഷ് തിരക്കി. എന്തിനാടാ ഞാൻ ഇങ്ങനെ ഈ സമയത്ത് കള്ളം പറയുന്നത് എന്ന് സുധീഷ് ചോദിച്ചു. ഒന്നും പറയാത്ത പോലെ ഇരിക്കണ്ട. ഏട്ടത്തി നിനക്ക് വേണ്ടി ഉറക്കം കളഞ്ഞ് കാത്തിരിക്കുന്നു എന്ന് ഹരീഷ് പറഞ്ഞു. അവൾ വന്ന് കതക് തുറന്നല്ലോ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ അതല്ല സുധീഷേട്ടാ, ഏട്ടത്തിക്ക് നിങ്ങളോടൊരു നല്ല പ്രേമമായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കത് ഇന്നത്തോടെ മനസ്സിലായി എന്ന് പറയാണ് ഹരീഷ്. സുധീഷിനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒന്ന് പോടാ അവിടെ നിന്ന് പറയാൻ അവന്. ഞാൻ കള്ളം പറയുന്നതൊന്നുമല്ല, ഉള്ള കാര്യം പറയുന്നതാണ്, ഹരീഷ് തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ സുധീഷ് ആലോചിച്ചു, ചിലപ്പോൾ ഹരീഷ് പറയുന്നത് ശരിയായിരിക്കുമോ. എന്തായാലും പോയി എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് സുധീഷ് പറഞ്ഞു. പുറത്തുനിന്നും കഴിച്ചതല്ലേ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ ചായ കുടിച്ചു, പക്ഷേ നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് സുധീഷ് നേരെ അടുക്കളയിലേക്ക് കയറി. അവിടെ ദോശയുണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. സുധീഷ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരീഷ് വീണ്ടും വന്ന് പറഞ്ഞു, നിധിയേട്ടത്തിയെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ എന്ന്. അതെന്തായെന്ന് സുധീഷ് ചോദിച്ചപ്പോൾ ഇന്നലെ നീതു ഇവിടെ വന്നിരുന്നു. അവർ തമ്മിൽ കുറേ സംസാരിച്ചു. കഴിഞ്ഞ തവണ സുധീഷിനെ കാണാതായപ്പോൾ ഹരീഷും നീതുവും തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിധിയേട്ടത്തി പറഞ്ഞു. ദേഷ്യം വന്നപ്പോൾ ഹരീഷ് ഫോൺ വലിച്ചെറിഞ്ഞ കാര്യമൊക്കെ കേട്ട് സുധീഷ് ചിരിച്ചു. എന്ത് ചെയ്യാനാണ്, അവളുടെ കാര്യം ആലോചിച്ച തലവേദനയാണെന്ന് ഹരീഷ് പറഞ്ഞു. പക്ഷേ നിധിയേട്ടത്തി പറഞ്ഞത് നീ കാര്യങ്ങൾ തുറന്നു പറയണമായിരുന്നു എന്നാണ്. പെണ്ണുങ്ങളാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നീതുവിൻ്റെ സ്ഥാനത്ത് താനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്തേനെന്ന് ഏട്ടത്തി പറഞ്ഞത് ഹരീഷ് പറഞ്ഞു. ആഹാ, അപ്പോൾ നീതുവിന് നല്ലൊരു സപ്പോർട്ടർ വന്നല്ലോ എന്ന് സുധീഷ് കളിയാക്കി. സപ്പോർട്ടർ എന്നല്ല സുധീഷേട്ടാ, അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന്. ഇപ്പോൾ ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയെന്ന് സുധീഷ് പറഞ്ഞതനുസരിച്ച് ഹരീഷ് നീതുവിനെ ഒന്ന് വിളിച്ചു നോക്കി. എന്താ ഹരീഷെ ഇപ്പോൾ വിളിച്ചത് എന്ന് നീതു ചോദിച്ചു. നീ എന്ത് ചെയ്യുക എന്ന് ഹരീഷ് തിരക്കിയപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല, എന്നെ ഇപ്പോഴാ ഓർമ്മ വന്നത് എന്ന് നീതു ചൂടായി. കാര്യം എന്താണെന്ന് തുറന്നു പറയാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാണോ എന്ന് നീതു ദേഷ്യപ്പെട്ടപ്പോൾ ഹരീഷ് കോളങ്ങ് കട്ട് ചെയ്തു. സുധീഷ് ഇത് കണ്ട് ചിരിച്ചു. കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ്. സ്വസ്ഥതയില്ലാതെ കുടുംബം കട്ടപ്പുകയാക്കാൻ ഇവർ നോക്കുമെന്ന് ഹരീഷ് പറഞ്ഞ് അങ്ങ് ഉറങ്ങാൻ പോയി. സുധീഷ് അപ്പോൾ തന്നെ നിധിയെക്കുറിച്ച് ചിന്തിച്ചു. ഹരീഷ് പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവുമോ? അതുകൊണ്ടാവുമോ അവൾ എന്നെ ഇത്ര നേരം കാത്തിരുന്നത്? കാര്യങ്ങളൊക്കെ താൻ ആഗ്രഹിച്ചതുപോലെ നടക്കുന്നുണ്ടോ എന്ന് അവൻ ഓർത്തു. പിറ്റേ ദിവസം സുധീഷ് നിധിയുടെ അടുത്തേക്ക് ചെന്നു. അവൾ തുണി വിരിക്കുകയായിരുന്നു. സുധീഷ് ചോദിച്ചു, ഇന്നലെ എന്തിനാ നീ എനിക്ക് വേണ്ടി അത്ര നേരം കാത്തിരുന്നത് എന്ന്? എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? എനിക്ക് മനസ്സിലായി കേട്ടോ. ഏയ് അതൊന്നുമല്ല, എൻ്റെ അച്ഛനോ ചേട്ടനോ സുധീഷിനെ വല്ല അപകടത്തിലും പെടുത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നതാണ് എന്ന് നിധി ഒഴിഞ്ഞു മാറിക്കൊണ്ട് മറുപടി നൽകി. ഇത് കേട്ടപ്പോൾ ഹരീഷും നികേഷും അവിടെ വന്ന് ചിരിച്ചു. അതുകൊണ്ടൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് എനിക്കറിയാമെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ നിധി അവനെ ഒന്ന് നോക്കി. അങ്ങനെ സുധീഷ് ആ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞതിൻ്റെ ആവേശത്തിലായിരുന്നു. നിധിയുടെ ഉള്ളിൽ തന്നോട് പ്രണയം നാമ്പിട്ടു എന്ന ഹരീഷിൻ്റെ വാക്കുകൾ സുധീഷിന് പുതിയൊരു ഉണർവ് നൽകി. പിറ്റേന്ന് രാവിലെ മുതൽ സുധീഷ് നിധിയെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓരോ തവണ നോക്കുമ്പോഴും അവൻ കുസൃതിയോടെ ചിരിച്ചു. ഇത് കണ്ട് നിധിക്ക് വല്ലാത്തൊരു ചമ്മൽ തോന്നി. അല്ല സുധീഷേ, ഇതെന്താ എന്നെ എങ്ങനെ നോക്കുന്നത് എന്ന് അവൾ അടുക്കളയിൽ നിന്ന് ചായമായി വരുമ്പോൾ ചോദിച്ചു. നിന്റെ കണ്ണിലെ ആ പഴയ പേടിയില്ല, ഇപ്പോൾ വേറെന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് സുധീഷ് തമാശ രൂപേണ പറഞ്ഞു. നിധി മുഖം താഴ്ത്തി വേഗം തന്നെ അവിടെ നിന്നു പോയി. ഈ കാഴ്ച കണ്ടു നിന്ന് സുഭാഷേട്ടൻ്റെ ഉള്ളിലും ഒരു ആശ്വാസമുണ്ടായിരുന്നു. നിധിക്ക് സുരക്ഷിതമായൊരിടം സുധീഷിൻ്റെ മനസ്സിലുണ്ട്, സുധീഷിൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് അയാൾക്കും ഉറപ്പായിരുന്നു. വൈകുന്നേരം സുധീഷ് ജോലി കഴിഞ്ഞു വരുമ്പോൾ നിധിക്ക് വേണ്ടി ഒരു ചെറിയ സമ്മാനം കരുതി വെച്ചു. മുറ്റത്തെ പൂന്തോട്ടത്തിൽ നിൽക്കുകയായിരുന്ന നിധിയുടെ അടുത്തേക്ക് ചെന്നു കൊടുത്തിന് അവൻ ആ ഒരു പൊതി നീട്ടി. ഇതെന്തായെന്ന് അത്ഭുതത്തോടുകൂടെ ചോദിച്ച നിധിയോട് തുറന്നു നോക്കിയെന്ന് അവൻ പറഞ്ഞു. ഉള്ളിൽ മനോഹരമായ ഒരു വെള്ളിപ്പാദസരമായിരുന്നു. തൻ്റെ പ്രണയം വാക്കുകൾക്കപ്പുറം അവൾക്ക് മുന്നിൽ അവൻ സമർപ്പിക്കുകയായിരുന്നു. പാദസരം കണ്ട നിധിയുടെ കണ്ണുകൾ നിറഞ്ഞു. സുധീഷേ, അവൾ വിളിച്ചപ്പോൾ ബാക്കിയൊന്നും പറയണ്ട, നിന്റെ മൗനത്തിന് അതിനേക്കാൾ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് സുധീഷ് അവളുടെ കൈകൾ മെല്ലെ തലോടി. ദൂരെ നിന്ന് ഈ കാഴ്ച കണ്ട് ഹരീഷ് നികേഷിൻ്റെ തോളിൽ തട്ടി പറഞ്ഞു, എടാ കളി മാറി, ഇനി നമുക്ക് ഒരു കല്യാണ സദ്യ കഴിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് കൈയടിച്ചപ്പോൾ നിധി നാണത്തോടു കൂടെ തന്നെ അതും വാങ്ങിച്ച് അകത്തേക്ക് പോയി. പിണക്കങ്ങളും പരിഭവങ്ങളും മറന്ന് സുഭാഷേട്ടൻ്റെയും അനിയന്മാരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതം പുതിയൊരു വസന്തത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്നതിനേക്കാൾ തന്നെ മനസ്സിലാക്കാൻ ഒരാളുണ്ടാവുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയെന്ന് സുധീഷ് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്.
എല്ലാവരുടെയും മനസ്സിൽ സന്തോഷത്തിൻ്റെ നിറദീപങ്ങൾ തെളിഞ്ഞു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.